നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഭഗവാനെ മഹേശ്വര, ഓ വിഘ്നേശ്വര, അമ്മേ ഉമാദേവി പാർവതി, ഓ സുബ്രഹ്മണ്യ സ്വാമി ശാസ്താവി നമസ്കാരം. ഒരിക്കൽ കൂടി എവർക്കും സ്വാഗതം. 2026 വന്നു ചേരുന്ന രുചക യോഗത്തെക്കുറിച്ചാണ് വ്യക്തമാക്കാൻ പോകുന്നത്. 2026 മെയ് 2 ചൊവ്വ അതിൻ്റെ ഉച്ച രാശിയായ മകരത്തിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രമായ മേടം, വൃശ്ചികം രാശികളിലോ കേന്ദ്രസ്ഥാനങ്ങളിൽ 1, 4, 7, 10 എന്നീ സ്ഥാനങ്ങളിൽ വരുമ്പോഴാണ് രുചകയോഗം രൂപപ്പെടുന്നത്. രുചക യോഗം രാജയോഗ തുല്യമായ യോഗമാണ്. രുചകയോഗം അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച നക്ഷത്ര ജാതർ വളരെ വളരെ ഭാഗ്യവാന്മാരാണ് എന്ന് വേണം പറയാൻ. കാരണം അത്രത്തോളം ഭാഗ്യദായകമായ അനുഭവങ്ങളാണ് ഇവരിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ചൊവ്വ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ഭരണ ആധിപത്യത്തിൻ്റെയും ഗ്രഹമാണ്. അതിനാൽ ഈ യോഗം, അതായത് രുചക രാജയോഗം, വ്യക്തികൾക്ക് അസാമാന്യമായിരിക്കുന്ന നേതൃപാടവവും ആത്മവിശ്വാസവും നൽകുന്നു എന്നുള്ളതാണ്. രുചക യോഗം അനുഭവിക്കുവാൻ വിധിയുള്ള മേടം രാശി നക്ഷത്ര ജാതരെക്കുറിച്ചാണ് ആദ്യമേ പറയാൻ പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തികകാൽ ചേരുന്ന മേടം രാശി. മേടം രാശിയിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ രുചക യോഗത്തിൻ്റെ അനുഭവങ്ങൾ കൂടുതലായും വന്നു ചേരുന്ന നക്ഷത്രജാതരാണ് ഈ മേടം രാശിക്കാർ. ശരീരപുഷ്ടിയും അമിതമായ ഊർജ്ജസ്വലതയും ഉണ്ടാകുമെന്നുള്ളതാണ്. ഏത് പ്രതിസന്ധികളെയും, അതായത് തടസ്സങ്ങളെയും നേരിടാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടാകും. അതുപോലെ തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ ഇവർ തിളങ്ങി നിൽക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഭൂമി ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ പ്രക്രിയകളിലൂടെ കാര്യക്ഷമമായിട്ട് ധനമുണ്ടാക്കിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. വലിയ ലാഭം ഈ മേഖലയിൽ ഇവരിൽ വന്നു ചേരുമെന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. സൈന്യം, പോലീസ്, സ്പോർട്സ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന മേടം രാശി നക്ഷത്ര ജാതർക്ക് കീർത്തി പത്രങ്ങളും സമ്മാനങ്ങളും സ്ഥാനമാനാദികളും ലഭിക്കുന്നതിന് കാരണമാകും. രുചക രാജയോഗം അത്രത്തോളം ഭാഗ്യദായകമായിട്ടാണ് ഈ രാശിക്കാരിൽ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്നത്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം അവസാന പാദവും അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളും ചേരുന്ന വൃശ്ചികം രാശി. ചൊവ്വയുടെ സ്വന്തം രാശിയായ വൃശ്ചികം രാശിക്കാർക്ക്
രുചക രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുവർണകാലം തെളിയുകയാണ്. വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് ശത്രുക്കളുടെ മേൽ പൂർണ്ണമായും വിജയം നേടുവാൻ കഴിയും. പഴയ കേസുകളോ തർക്കങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ വിജയകരമായ തരത്തിൽ എത്തിച്ചേരാൻ കഴിയും. സാഹസികമായ കാര്യങ്ങളിൽ വിജയിക്കും. തീരുമാനങ്ങൾ എന്തെടുത്താലും വിജയകരമായ തരത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നർത്ഥം. കലാ, കായിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ നേതൃത്വ നിരകളിലേക്ക് ഇവർ തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതാണ്. ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ രുചക രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൃശ്ചികം രാശി നക്ഷത്ര ജാതരിലേക്ക് വന്നു ചേരും. ഭാഗ്യക്കുറി മഹാഭാഗ്യം എന്ന് പറയുന്ന ഭാഗ്യം വന്നു ചേരും. ഭാഗ്യക്കുറി മഹാഭാഗ്യം എന്ന് പറയുന്നത് ലക്ഷത്തിൽ കുറയാതെയുള്ള സമ്മാനങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും രുചക യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗഭാഗ്യദായകമായിരിക്കുന്ന തരത്തിൽ ധനം വന്നു ചേരുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത്രയ്ക്ക് ശക്തമാണ് രുചക രാജയോഗം എന്ന് പറയുന്നത്. ഈ നക്ഷത്ര ജാതരായിരിക്കുന്ന ഡോക്ടർമാർ, ശസ്ത്രക്രിയാ വിദഗ്ധർ, എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവർക്ക് ഈ സമയം കരിയറിലെ ഏറ്റവും മികച്ച സമയമാക്കി മാറ്റുവാൻ കഴിയും. കൈ തൊടുന്നത് ഭാഗ്യത്തിൻ്റെതായ അവസ്ഥയിലായിരിക്കും. വളരെ മഹത്വപൂർണമായ തരത്തിൽ കീർത്തി നേടുന്നതിന് ഇവർക്ക് കഴിയും. ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുമെന്നുള്ളത് എടുത്തു പറയുകയാണ്. അടുത്തതായി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയാണ്. ചൊവ്വ മകരം രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ രൂപപ്പെടുന്ന രുചക രാജയോഗം ഈ നക്ഷത്ര ജാതരിൽ വലിയ സൗഭാഗ്യങ്ങൾ അനുഗ്രഹമായി ലഭിക്കുന്നതിന് കാരണമാകും. അച്ചടക്കവും കഠിനാധ്വാനവും വർദ്ധിക്കും. അതിലൂടെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു ചേരും. എത്ര വലിയ തടസ്സങ്ങളെയും തകർത്ത് മുന്നേറാൻ ഈ നക്ഷത്ര ജാതർക്ക് കഴിയും. പുതിയ വീട് പണിയുന്നതിനോ ഭൂമി വാങ്ങുന്നതിനോ തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതർക്ക് സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ അതിനായി ഉണ്ടായ തടസ്സങ്ങളെല്ലാം നീങ്ങി മാറുന്നത് രുചക രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ സൃഷ്ടിതമാകുന്ന കാര്യമായി മാറും. അതുപോലെ തന്നെ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതർക്ക് പൊതുവിൽ സമൂഹത്തിൽ വലിയ നേതൃത്വ സ്ഥാനങ്ങളും ബഹുമാനാദി വ്യവസ്ഥകളും വന്നു ചേരും. അതുപോലെ തന്നെ സർക്കാർ തലത്തിലുള്ള കോൺട്രാക്റ്റുകൾ വന്നു ചേരാനും രാഷ്ട്രീയത്തിൽ വലിയ പദവികൾ വന്നു ചേരാനും ഭാഗ്യം കാണുന്നുണ്ട്. ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള അനുഗ്രഹ ഭാഗ്യവും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും മകരം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടേതായിരിക്കുന്ന അനുഗ്രഹ പൂർത്തീകരണം വളരെ നന്നായി നടക്കുന്നു എന്നുള്ളതുകൊണ്ട് രുചക രാജയോഗത്തിൻ്റെ ഭാഗ്യം വളരെ കൂടുതലായിട്ട് അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഇവർ. അടുത്തത് പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കടകം രാശിയെക്കുറിച്ചാണ് പറയുന്നത്. കർക്കടകം രാശിക്കാരുടെ 10ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ആയതുകൊണ്ട് കർമ്മരംഗത്ത് വലിയ ഭാഗ്യം വന്നു ചേരുമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കർക്കടകം രാശിക്കാരുടെ 10ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രുചക രാജയോഗത്തിൻ്റെ ഭാഗ്യം അവർക്ക് ജോലിയിൽ, തൊഴിൽ മേഖലയിലാണ് വന്നു ചേരുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും, വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. തൊഴിൽ ഇല്ലാതെ നിൽക്കുന്നവർക്ക് സർക്കാർ ജോലി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ ജോലിക്ക് സാധ്യത തെളിഞ്ഞു വരുന്ന അവസരമാണ്. കുടുംബങ്ങളിലെല്ലാം തന്നെ ഒരു വലിയ രക്ഷാധികാരിയുടെ സ്ഥാനം ലഭിക്കുവാൻ ഭാഗ്യം ചെയ്ത നക്ഷത്ര ജാതരാണിവർ. എന്ന് പറഞ്ഞാൽ ഏതു വിധേനയും ധനം കയ്യിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നക്ഷത്ര ജാതർക്ക് കഴിയുമെന്നർത്ഥം. അതുപോലെ തന്നെ ബിസിനസ് മേഖല വിപുലീകരിക്കാനും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് മറ്റ് പല സ്ഥലങ്ങളിലും പുതിയ ശാഖകൾ തുടങ്ങാനുള്ള ഭാഗ്യവും രുചക രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ഭാഗ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. രുചക യോഗം വളരെ നന്നായി അനുഗ്രഹവേദ്യമാകുന്നതിനായി ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽ അഭിഷേകം നടത്തുക, അല്ലെങ്കിൽ പനിനീരഭിഷേകം നടത്തുക. ശരവണഭവ എന്ന മന്ത്രം 108 തവണ
രാവിലെയും സന്ധ്യാനേരത്തും ജപിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം വന്നു ചേരും. കുളിച്ചതിനു ശേഷം നെറ്റിയിൽ രക്തചന്ദനം തൊടുന്നത് ചൊവ്വയുടെ അനുഗ്രഹത്തിന് കാരണമായി മാറും. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ ചുവന്ന പരിപ്പ്, ചുവന്ന വസ്ത്രങ്ങൾ എന്നിവ ദാനമായി നൽകുന്നത് ചൊവ്വയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് പാത്രീഭൂതമാകും. രുചക രാജയോഗത്തിൻ്റെ പൂർണ്ണത ഇതിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ പുതിയ കർമ്മ വ്യവസ്ഥകൾ തുടങ്ങുന്നതിന് മുൻപായി ഭൂമി പൂജ അനിവാര്യമായി നടത്തുക. അതായത് നിർമ്മാണ പദ്ധതികൾ തുടങ്ങുമ്പോൾ, വീട് വയ്ക്കുക, മറ്റെന്തെങ്കിലും തുടങ്ങുക, ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തു തന്നെ തുടങ്ങിയാലും ഭൂമി പൂജ നടത്തിയതിന് ശേഷം തുടങ്ങുക എന്നുള്ളത് രുചക രാജയോഗത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ കാരണമാകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾ രുചക യോഗത്തിൻ്റെ സൗഭാഗ്യത്താൽ ജീവിതം സമ്പൽ സമൃദ്ധിദായകമായി സന്തോഷത്തോട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം ഈശ്വരൻ തരട്ടെ എന്നും, സമയകാലങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ചൈതന്യങ്ങളിലെത്തി മനമുരുകി പ്രാർത്ഥിക്കുകയും ഈശ്വര സന്നിധാനത്തിൽ തൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ആവർത്തിച്ചു പറഞ്ഞ് ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകാനും സന്തോഷങ്ങൾ നിലനിർത്തി തരുവാനും പ്രാർത്ഥിക്കുക. രുചക യോഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.